Assalamu alaikum. Welcome to our online classroom of English. Today we are going to discuss the first chapter in the second module, Mending Wall, written by Robert Frost. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു യൂണിറ്റിലെ മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന്. എന്തായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ നെയിം? ഹൈറ്റ്സ് ഓഫ് ഹാർമണി അല്ലേ? അപ്പോൾ ഐക്യത്തിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ എന്താ ഒരു ഹാർമണി എന്നുള്ള ആ ഒരു തീം വെച്ചുകൊണ്ടുള്ള 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിൽ ഫസ്റ്റ് വൺ മെൻഡിങ് വാൾ റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഇൻ യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ 37, fraternity and tolerance are the twin virtues of harmonious living, but do we cherish these qualities in our daily life? What should be our attitude to our neighbors? Need we accept their ideas as well in order to maintain good relationship with them? അപ്പോൾ ഫ്രറ്റേണിറ്റി ആൻഡ് ടോളറൻസ് ആണ് രണ്ട് ഗുഡ് ക്വാളിറ്റീസ്, അല്ലെങ്കിൽ രണ്ട് ഹാർമോണിയസ് ലിവിങ്ങിന് വേണ്ട രണ്ട് ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഫ്രറ്റേണിറ്റി ആൻഡ് ടോളറൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്രറ്റേണിറ്റി ആൻഡ് ടോളറൻസ്? സഹോദര സ്നേഹവും ക്ഷമയും അല്ലേ? സോ ഫ്രറ്റേണിറ്റി ആൻഡ് ടോളറൻസ് ആർ ദ ട്വിൻ വെർച്യൂസ് ഓഫ് ഹാർമോണിയസ് ലിവിങ്. അപ്പോൾ ഇവിടെ പറയുന്നത് സഹോദര സ്നേഹവും ക്ഷമയുമാണ് ഐക്യമുള്ള ജീവിതത്തെ സഹായിക്കുന്ന രണ്ട് ഗുഡ് ക്വാളിറ്റീസ്. ബട്ട് ഡു വി ചെറിഷ് ദിസ് ക്വാളിറ്റീസ് ഇൻ അവർ ഡെയിലി ലൈഫ്? പക്ഷേ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ രണ്ട് ക്വാളിറ്റീസിനെ പരിപാലിക്കുന്നുണ്ടോ? വാട്ട് ഷുഡ് ബി ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ നൈബേഴ്സ്? നമ്മുടെ അയൽക്കാരോടുള്ള നൈബേഴ്സിനോടുള്ള നമ്മുടെ ഒരു ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നീഡ് വി ആക്സെപ്റ്റ് ദിയർ ഐഡിയാസ് ആൻഡ് ആസ് വെൽ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദം? അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിന് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ആൻഡ് നെക്സ്റ്റ് ബിലോ യു ഹാവ് എ പോയം മെൻഡിങ് വാൾ റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ എന്ന മതിൽ നന്നാക്കുക അല്ലേ? ഈ ഒരു പോയത്തിൽ ഒരു നൈബറിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നൈബറിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു നൈബേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാവണം, ഇത്തരത്തിൽ ഉള്ളൊരു ക്വാളിറ്റിയെക്കുറിച്ചല്ല അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പോയമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്, മെൻഡിങ് വാൾ. ഫസ്റ്റ് വി വാണ്ട് ടു മൂവ് ഓൺ റോബർട്ട് ഫ്രോസ്റ്റ്. ഹാവ് യു ഹേർഡ് അബൌട്ട് റോബർട്ട് ഫ്രോസ്റ്റ്? നിങ്ങൾ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയംസൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? റോട്ട് നോട്ട് ടേക്കൺ, അതുപോലെ തന്നെ സ്റ്റൂപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്. ഈ പോയംസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പോയാണ്. അപ്പോൾ നമുക്കറിയാം റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടാവും അല്ലേ? നേച്ചർ പോയറ്റാണെന്നെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാ പോയംസിലും നമുക്ക് കാണാൻ പറ്റുന്ന നേച്ചർ എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഒരു നേച്ചർ പോയറ്റ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോം മെൻഡിങ് വാൾ ഒരു നേച്ചർ എലമെൻറ്റ്സ് ഉള്ള ഒരു പോം തന്നെയാണ്. സോ ഫസ്റ്റ് മൂവ് ഓൺ ദ ബയോഗ്രഫി. Please listen. Robert Frost, he was an American poet, write deceptively simple words, but with a subtle and profound thoughts and feelings. He's a teacher and a farmer. Symbolism from the countryside of New England focuses mainly on relationship between man and nature. Usually at odds with one another, man will never really able to understand nature. He won the Pulitzer Prize for poetry 4 times. Robert Frost, he was an American poet. അദ്ദേഹം ഒരു അമേരിക്കൻ കവിയാണ്. റൈറ്റ് ഡിസെപ്റ്റീവ്ലി സിമ്പിൾ വേർഡ്സ് ബട്ട് വിത്ത് ഇൻസ്റ്റെഡ് സബ്റ്റിൽ ആൻഡ് പ്രൊഫൗണ്ട് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്, ടീച്ചർ ആൻഡ് ഫാമർ. അദ്ദേഹത്തിൻ്റെ വേർഡ്സ്, കവിതയുടെ രൂപം എങ്ങനെയുണ്ട്? സിമ്പിൾ വേർഡ്സിലാണ് അദ്ദേഹം എഴുതാറ്. അതുപോലെ തന്നെ സൂക്ഷ്മവും അഗാധവുമായിട്ടുള്ള ചിന്തകളോടും വികാരങ്ങളോടും കൂടിയിട്ടുള്ള വ്യക്തിയാണ്. സിംബോളിസം ഫ്രം ദി കൺട്രി ഓഫ് ദി ന്യൂ ഇംഗ്ലണ്ട്. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും കാണാം അദ്ദേഹത്തിൻ്റെ ഒരു വില്ലേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന പല എലമെൻറ്റ്സും കാണാൻ പറ്റും. ആൻഡ് ഫോക്കസസ് മെയിൻലി ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. Usually at odds with one another, man will never really be able to understand nature. അതുപോലെ തന്നെ നേച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൽ മനുഷ്യർക്കുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും മാനും നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും അദ്ദേഹം എഴുതാറുണ്ട്. He won the Pulitzer Prize from poetry 4 times. അദ്ദേഹത്തിന് പോയട്രിക്ക് തന്നെ 4 Pulitzer പ്രൈസും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയം ബിഗിൻ ചെയ്യുന്നത്, ഹിസ് പോയം ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം.
ഇപ്പോഴും പറയുന്ന ഒരു ലൈനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ. അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളും സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ അധികം സന്തോഷത്തോടെ തുടങ്ങുകയും വിവേകത്തോടെ അവസാനിക്കുകയും ചെയ്യും അല്ലേ. സ്റ്റാർട്ടിങ് വിത്ത് ഡിലൈറ്റ്, വളരെ സന്തോഷത്തോടുകൂടി തുടങ്ങുകയും എൻഡിങ് ഇൻ വിസ്ഡം, ഒരു വിവേകത്തോടെ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് തന്നുകൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിക്കുള്ളത്. ഈ ലൈൻസൊക്കെ ഇദ്ദേഹത്തിൻ്റെ പോയംസിലുള്ള ഫേമസ് ലൈൻസാണ്. So let us start the poem Mending Wall, written by Robert Frost. Something there is that doesn't love a wall, that sends a frozen ground swell under it, and spills the upper borders in the sun, and makes gaps even two can pass abreast. The work of others is another thing. I have come after them and made repair. Or they would have left not one stone a stone, but they would have to rub it out of hiding. To please the yelping dogs, the gaps I mean, no one has seen them made or heard them made. But at spring, mending time, we find them there. I let my neighbor know beyond the hill, and on a day we meet to walk the line, and set the wall between us once again. We keep the wall between us as we go. വളരെ സിമ്പിളായിട്ട് അല്ലേ, നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റ് ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സിമ്പിൾ വേർഡ് സ്റ്റൈലിലാണ് ഈ മെൻഡിങ് വാൾ എന്ന പോയം കൊടുത്തിട്ടുള്ളത്. സോ ലെറ്റ് us discuss. Something there is that doesn't love a wall, that sends a frozen ground well under it, and spills the upper waters in it, the sun, and makes gap even two can pass abreast. ഇവിടെ എന്താ പറയുന്നത്? സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. ആ വാളിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് ഉണ്ട് അല്ലേ. സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. ആ വാളിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് ആ വാളിനുള്ളിലുണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്, ആൻഡ് ദ പിൽസ് ദ അപ്പർ ബോർഡേഴ്സ് ഇൻ ദ സൺ, ആൻഡ് മേക്ക് എ ഗ്യാപ്പ് ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ആ തണുത്ത ഭൂമി അല്ലേ, ദാറ്റ് സെൻസ്, ആ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. അതാ ഒരു മതിലിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വികസനം, സ്വെല്ല് ചെയ്യുന്നുണ്ട്, അവിടെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പിൽസ് ഓഫ് അപ്പർ ബോർഡേഴ്സ് ഇൻ ദ സൺ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്പിൽസ് മീൻസ് പുറത്തേക്ക് കളയുക. സ്വെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ കയ്യിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറയും നമ്മൾ സ്വെല്ല് ചെയ്യാന്ന് അല്ലേ, അത് വീങ്ങി എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ സ്വെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു വികസനം ഉണ്ടായി. സോ ആ ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ ആ ഒരു വികസനം ഉണ്ടാക്കിയത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൽസ് ദ അപ്പർ ബോർഡേഴ്സ് ഇൻ ദ സൺ ആൻഡ് മേക്സ് എ ഗ്യാപ്പ്. അവിടെ എന്ത് ചെയ്യുക? ബോർഡേഴ്സ് മീൻസ് സ്റ്റോൺസ്. കുറേ സ്റ്റോൺസുകളെ ആ മതിലുണ്ടാക്കി സ്റ്റോൺ കൊണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റോൺസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്ത് കളയുന്നുണ്ട്. ആൻഡ് മേക്സ് എ ഗ്യാപ്പ് ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്. മാത്രമല്ല എന്ത്, രണ്ടു പേർക്ക് തോളോട് തോൾ ചേർന്ന് ബ്രസ്റ്റ് അല്ലേ, പാസ് എ ബ്രസ്റ്റ്, തോളോട് തോൾ ചേർന്ന് നടക്കാനുള്ള അത്രയും വലിയ ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്പീക്കർ ഫീൽസ് ദർ ഇസ് എ സംതിങ് ലിവിങ്, എ നാച്ചുറൽ തിങ് വിച്ച് ഡസ് നോട്ട് ലൈക്ക് വാൾസ് ആൻഡ് കോസസ് ദം ടു ഫോൾ ഡൗൺ. അപ്പോൾ എന്തോ ഒരു വസ്തു, സ്പീക്കർ പറയുന്നത് എന്താണ്? ജീവനുള്ള എന്തോ ഒന്ന് ആ മതിലിനിടയിലുണ്ട്. അതെന്താണ്? മതിലിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നാണ്. സംതിങ് എന്താണ്? ആ ഒരു സംതിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സെൻസ് ഓഫ് മിസ്റ്ററി ആൻഡ് കനോട്ട് ബി റാഷണലൈസ്ഡ്. എന്തോ രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയാണത് അല്ലേ, നമുക്കറിയില്ല എന്താണ് ആ മതിലിന് ഇഷ്ടപ്പെടാത്ത ആ ഒരു കാര്യം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല, സ്പീക്കർ പറയുന്നില്ല. അതൊരു മിസ്റ്ററിയാണ്. അതെന്തായിരിക്കും? അത് യുക്തിസഹമായ കാര്യമാണ്. കനോട്ട് ബി റാഷണലൈസ്ഡ്, അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതൊരു മിസ്റ്ററി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്? സ്പീക്കർ ദർ ഇസ് എ സംതിങ് ലിവിങ്. എന്താണ്? അപ്പോൾ അവിടെ എന്തോ ഒരു ലിവിങ് ആയിട്ട് അല്ലെങ്കിൽ എന്തോ ജീവനുള്ള എന്തോ ഒന്നുണ്ട്. ഇറ്റ്സ് എ നാച്ചുറൽ തിങ്, ഇറ്റ് ഡസ് നോട്ട് ലൈക്ക് വാളിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നാണ്. ആൻഡ് കോസസ് ദം, അത് കാരണത്താൽ എന്ത് ചെയ്യാണ്? ദാറ്റ് ഫോൾ ഡൗൺ, മതിലുകൾ എന്ത് ചെയ്യാണ്? അവിടെ ഗ്യാപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്വോളൻ ആവുക അല്ലെങ്കിൽ മതിൽ എന്ത് ചെയ്യാണ്? ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. Then second line, the sands of frozen ground swell under it. Water in ground freezes and extend the causes of ground to swell. And compound noun describe the process. Nature appears contemptuous of man's effort. ഇവിടെ സെക്കൻഡ് ലൈനിൽ പറയുന്നത് എന്താണ്? ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? മരവിപ്പിക്കുകയും അതുപോലെ തന്നെ സ്വെല്ല് ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് നാച്ചുറൽ അപ്പിയേഴ്സ് എ കണ്ടംഷ്യസ് ഓഫ് മാൻസ് എഫേർട്ട്. അപ്പോൾ പ്രകൃതി മനുഷ്യന്മാരുടെ ഈ ഒരു ശ്രമങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിന്ദിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇൻ ദ തേർഡ് ലൈൻ, ദ ഗ്രൗണ്ട് swells under the walls and causes of bounds to collapse. പിന്നെ എന്ത് പറയുന്നുണ്ട് അവിടെ, ബൗൾഡേഴ്സ് അല്ലേ, എന്ന് വെച്ചാൽ സ്റ്റോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പില്ല് ചെയ്യുന്നുണ്ട്, ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. And the spills is a sense of abandon and generosity and versus the meanness of pettiness who man restrict the builds a wall. അപ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു വാൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പിറ്റിനെസ് അതിങ്ങനെ ഉണ്ടാക്കുന്നതോറും എന്ത് ചെയ്യാണ്, അത് ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിറ്റ്നെസ് അല്ലെങ്കിൽ നിസ്സഹായമായ അവസ്ഥയെ പറയുന്നുണ്ട്. And the missing borders from the gaps in the wall is a big enough to two people to walk through the side by side. അപ്പോൾ ആ ഒരു സ്പില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പീപ്പിൾസിന് എന്ത് ചെയ്യാം, സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ സെപ്പറേറ്റോ ആയിട്ട് തോളോട് തോൾ ചേർന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നടന്നു പോകാൻ പറ്റുന്ന അത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. അത് സ്പീക്കർ അപ്രൂവ്സ് ഓൺ ദിസ് അലോ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് റാദർ ദാൻ സെറ്റ് അപ്പ് എ ഡിവിഷൻ ബിറ്റ്വീൻ. ഇവിടെ ലാസ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്, ആൻഡ് മേക്സ് എ ഗ്യാപ്സ് ടു ഈവൻ ക്യാൻ പാസ് എപ്രസ്ഡ് അല്ലേ. അപ്പോൾ ഈ ഒരു മിസ്സിംഗ് ബോൾട്ടേഴ്സ് അല്ലെങ്കിൽ ആ സ്റ്റോൺസ്, കാണാതായ ആ സ്റ്റോൺസ്, കല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രം ഗ്യാപ്സ് ഇൻ ദ വാൾ, അവിടെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വാൾസിൽ അല്ലേ. അപ്പോൾ ഈ പുറത്തേക്ക് പോയ അല്ലെങ്കിൽ പുറത്തേക്ക് സ്പില്ല് ചെയ്യപ്പെട്ട ഈ ഒരു സ്റ്റോൺസ് വാളിന് എന്ത് ചെയ്യുന്നുണ്ട്, വിടവ് സൃഷ്ടിക്കുന്നുണ്ട്. അത് രണ്ട് പേർക്ക് സൈഡ് ബൈ സൈഡായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. ടു പീപ്പിൾ ടു വാക്ക് ത്രൂ സൈഡ് ബൈ സൈഡ്. ആൻഡ് ദ സ്പീക്കർ അപ്രൂവ്സ് ദിസ്. സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യം അപ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോ പീപ്പിൾസ് ടു കമ്മ്യൂണിക്കേറ്റ് റാദർ ദാൻ സെറ്റ് അപ്പ് ഡിവിഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ സ്പീക്കർ അങ്ങനെ അപ്രൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്, ആളുകൾക്കിടയിൽ ഭിന്നതകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത്, ഡിവിഷൻ സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് ആശയവിനിമയം നടത്താൻ ആളുകളെ അനുവദിക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? The work of hunters is another thing. I have come after them and made repair. What they have left not one stone on a stone, but they would have the rabbit out of hiding to please the yelping dogs. ഇവിടെ ഈ ലൈനിൽ പറയുന്നത് the work of hunters is another thing. മാത്രമല്ല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്യാപ്പിലൂടെ ഹണ്ടേഴ്സും വരുന്നുണ്ട്, നായാട്ടുകാരും വരുന്നുണ്ട്. ഹണ്ടേഴ്സ് വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പീക്കറും ആ ഒരു ഗ്യാപ്പിലൂടെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് ടു റിപ്പയർ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു വാളിന് വന്ന ഡാമേജസ് എന്തൊക്കെയാണ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് ദേ വുഡ് ഐ ഹാവ് ലെഫ്റ്റ് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ ബട്ട് ദേ വുഡ് ഹാവ് ടു റാബ് ഇറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. പിന്നീട് പറയുന്നത് എന്താണ്, ഐ ഹാവ് കം ആഫ്റ്റർ ദം ഔട്ട് ഓഫ് മെയ്ഡ് റിപ്പയർ ചെയ്തുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്കറും ആ ഹണ്ടേഴ്സിനെ പുറകെ വരുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ എങ്ങനെയാണ്, ഒരു സ്റ്റോണിന് മറ്റൊരു സ്റ്റോണ് മേലെ ഇരിക്കുന്നത് പോലും കാണാത്ത അത്രയും വിധം വലിയ ഗ്യാപ്പ് തന്നെ ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ ഹണ്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. ഹെൽപ്പിംഗ് ഡോഗ്സ് മീൻസ് കുരയ്ക്കുന്ന പട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന റാബിറ്റുകളെ പുറത്തേക്ക് ചാടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രസ്താവനയിൽ ഒരു തമാശയുണ്ട് അല്ലേ. ഇതൊരു ഫൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക. കാരണം എന്താണ്, സാധാരണ കുരയ്ക്കുന്ന പട്ടികൾ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒളിച്ചിരിക്കുന്ന മുയലുകളെ പുറത്തേക്ക് ചാടിപ്പിക്കുന്നത് അല്ലേ. കുറച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒളിച്ചിരിക്കുന്ന പട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടിപ്പിക്കുകയാണ് ചെയ്യാറ്. സോ ഹിയർ ദ മീനിങ്, സംടൈംസ് യു ക്യാൻ സീ ദ ഹണ്ടേഴ്സ് ഹാവ് ബ്രോക്കൺ ദ വാൾ ഡൗൺ. ചില സമയങ്ങളിൽ ഹണ്ടേഴ്സിനെ കാണുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ബ്രോക്കൺ വാൾസ്, ചുമര് അല്ലെങ്കിൽ ആ ഒരു മതിൽ എന്തായിട്ടുണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും അല്ലേ, ഫോളൺ ആയിട്ടുണ്ടാവും, ബ്രോക്കൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ കൂടെ വന്ന് എന്ത് ചെയ്യും, അദ്ദേഹം റിപ്പയർ ചെയ്യാറുണ്ട്. ആൻഡ് ദ സ്പീക്കേഴ്സ് റെസ്പെക്ട് ദ നേച്ചർ ആൻഡ് ഒബ്സർവ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഹണ്ടേഴ്സ് ആൻഡ് ദ ഡോഗ്സ്. ആ ഹണ്ടേഴ്സിൻ്റെയും ഡോഗ്സിൻ്റെയും ആറ്റിറ്റ്യൂഡിനെ, ഹണ്ടേഴ്സ് അല്ല എന്ത് ചെയ്യുന്നത്, റാബിറ്റുകളെ പിടിച്ചിട്ടുകൊണ്ട് കൊടുക്കുന്നത്, ആ പട്ടികൾ തന്നെ അല്ലെങ്കിൽ ആ ഹെൽപ്പിംഗ് ഡോഗ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ റാബിറ്റ്സിനെ, ഒളിച്ചിരിക്കുന്ന റാബിറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ചാടിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന റാബിറ്റ്സിനെ പുറത്തേക്ക് ചാടിക്കുന്നത് ഈ ഡോഗ്സിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ലൈൻ, the gaps I mean, no one has seen the maid of hurt the maid, but as spring mending time we find them there. I let my neighbor know beyond the hill. ഈ ലൈൻസിൽ എന്താ പറയുന്നത്, അപ്പോൾ കല്ലുകളൊക്കെ താഴോട്ട് വീഴ്ത്തിക്കൊണ്ട് മതിലുകൾ വിള്ളലുണ്ടാക്കുന്ന
ഒരാളെപ്പോലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അല്ലേ. ദ ഗ്യാപ്സ് ഐ മീൻ നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ആൻഡ് ഹേർഡ് ഓഫ് മെയ്ഡ് ദം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്ന ആളെ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം ദർ. ഐ ലെറ്റ് മൈ നൈബർ നോ ബിയോണ്ട് ദ ഹിൽ. പക്ഷേ വസന്തകാലത്ത് അല്ലെ, സ്പ്രിംഗ് സീസൺ ആയപ്പോഴേക്ക്, സ്പ്രിംഗ് ടൈമിൽ മതിലുകൾ കേടുപാടുകൾ തീർക്കേണ്ട സമയമാകുമ്പോൾ വിള്ളലുകൾ വീണ്ടും എന്ത് ചെയ്യും, കാണും. അപ്പോൾ മെൻഡിങ് ടൈം ആകുമ്പോഴേക്ക്, സ്പ്രിംഗ് സീസൺ ആകുമ്പോഴേക്ക് എന്താവും, വീണ്ടും മതിലുകൾ നന്നേക്കേണ്ട സമയമാവും. അപ്പോൾ ഈ വിടവുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ആൻഡ് ടൈം ടു ഫൈൻഡ് ദം ദർ. ഐ ലെറ്റ് മൈ നൈബർ ടു നോ ബിയോണ്ട് ദ ഹിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നൈബറിനെ, മതിലിൻ്റെ വിടവുകളെ കുറിച്ച്. സോ ദ ഗ്യാപ്സ് ഹി ഫൈൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആർ ദോസ് ദാറ്റ് അപ്പിയർ മിസ്റ്റീരിയസ്ലി, for which there appears the not rational cause. This add to the sense of mystery and yours in first line. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈനിൽ the gaps I mean no one has seen the maid or heard the maid. അപ്പോൾ മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ ഒരു സംതിങ് ഈസ് അണ്ടർ ദ വാൾ അല്ലേ, ആ വാളിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു സംതിങ്, അത് മിസ്റ്റീരിയസ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. സോ ദ ഗ്യാപ്പ് ഇസ് ഫൈൻഡിങ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഓർ അപ്പിയർ മിസ്റ്റീരിയസ്ലി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും കാണുക, അല്ലെങ്കിൽ മെൻഡിങ് ടൈം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, വീണ്ടും ഒരു മെൻഡിങ് ടൈം ആകുമ്പോഴേക്കും, അതിൽ നന്നാക്കേണ്ട സമയമാകുമ്പോഴേക്കും വീണ്ടും ഗ്യാപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആരാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു കേൾവിയോ അല്ലെങ്കിൽ ആരും കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അതൊരു മിസ്റ്റീരിയസ് ആണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ലൈൻ സീംസ് ടു ബി റെഗുലർ സീസൺ ഓഫ് ദ ഹാപ്പൻസ് ഇൻ വൺസ് ഇയർ. എന്നുവെച്ചാൽ വൺസ് ഇൻ എ ഇയർ, എല്ലാ വർഷവും അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും എന്ത് ചെയ്യും, മെൻഡിങ് ടൈമാണ്. അപ്പോൾ ആ സമയമൊക്കെ എന്ത് ചെയ്യും, ആ മതിലുകൾ കേട് വന്നിട്ടുണ്ടാവും. ഐ ലെറ്റ് നൈബർ ടു നോ ബിയോണ്ട് ദ ഹിൽ. ബിയോണ്ട് ദ ഹിൽ stresses distance. The wall has not been erected to ensure privacy. ഇവിടെ ബിയോണ്ട് ദ ഹിൽ എന്ന് പറയുമ്പോൾ ആ കുന്നിൻപുറത്തുള്ള നൈബറിനെ അല്ലേ, ഐ ലെറ്റ് മൈ നൈബർ ടു നോ ബിയോണ്ട് ദ ഹിൽ. ഞാൻ എൻ്റെ അയൽക്കാരനെ മതിലിൻ്റെ വിടവുകളെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. ആൻഡ് സ്ട്രെസ്സസ് ഡിസ്റ്റൻസ്. അവിടെ എന്താണ് ബിയോണ്ട് ദ ഹിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ തമ്മിൽ ആ ഡിസ്റ്റൻസിനെയാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ദ വാൾ ഹാസ് നോട്ട് ബീൻ ഇറക്റ്റഡ് ടു എൻഷുർ ദ പ്രൈവസി. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു പ്രൈവസിയെ, ആ മതിൽ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് ബീൻ ഇറക്റ്റഡ് ദ എൻഷുർ പ്രൈവസി, സ്വകാര്യതയെ ഇറക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. And on the way we meet to walk the line and set the wall between us once again. We weep the wall between us as we go. ഇവിടെ പറയുന്നത് and on a day we meet and walk the line. ഞങ്ങൾ പരസ്പരം കാണാനും അതുപോലെ തന്നെ and set a wall between once again. മതിലിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ അല്ലേ, മതിലിൻ്റെ ഇരുവശത്ത് കൂടെ നടക്കാൻ തീരുമാനിക്കുന്നുണ്ട്. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. അവർ നടക്കുന്ന ആ വഴിയിലൂടെ എന്ത് ചെയ്യാണ്, നിലത്ത് വീണ കല്ലുകൾ പെറുക്കി യഥാസ്ഥാനത്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മതിൽ അല്ലെങ്കിൽ ആ ഒരു വാൾ മെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഒരിക്കൽ കൂടി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നത്. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. We keep the wall between us as we go. അപ്പോൾ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ആ കുന്നിൻപുറത്തുള്ള തൻ്റെ നൈബറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കവി പോയിട്ട് ചെന്ന് സമീപിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യുക, ഒരു ദിവസം നിശ്ചയിച്ചിട്ട് മതിലിൻ്റെ രണ്ട് വശത്തു കൂടെ നടന്ന് വീണ് കിടക്കുന്ന കല്ലുകളൊക്കെ പെറുക്കി മതിലിനെ വീണ്ടും എന്ത് ചെയ്യാണ്, മെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ ഒരു ഐറണിക്കൽ എലമെൻ്റ് നമുക്ക് കാണാൻ പറ്റും. ഓൺ വൺ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. അവിടെ ഐറണി എന്താണ്, ദേ ഓൺലി ദ ടൈം വി മീറ്റ് ദേ മീറ്റ് ആൻഡ് വെൻ ദേ റിപ്പയർ ദ വാൾ ദാറ്റ് കീപ് ദം സെപ്പറേറ്റ്. അവർ ആ ഐറണി എന്ന് പറയുന്നത് എന്താണ്, അവരെ എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീറ്റ് ചെയ്യുന്ന സമയം എങ്ങനെ തന്നെയാണ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മതിൽ മെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു വാൾ, ആ ഒരു സ്റ്റോൺസൊക്കെ പെറുക്കി എന്ത് ചെയ്യുന്നത്, തിരിച്ച് അത് യഥാസ്ഥാനത്ത് തന്നെ കറക്റ്റായിട്ട് വെച്ച് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ആകെ ഒരിക്കലേ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മീറ്റ് ചെയ്യുന്ന സമയം എങ്ങനെയാണ്, അവർ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഐറണിക്കൽ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ലൈനിൽ പറയുന്നത് സ്ട്രെസ്സസ് ദ റെപ്പിറ്റേറ്റീവ് സൈക്കിൾ മാൻ സബ്ജക്റ്റഡ് ടു ദ സീസണൽ ഷിഫ്റ്റ്സ് ഓൾസോ സജസ്റ്റ് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ദ wall collapsing and having the rebuilt on the annual basis. The second line stresses the repetitive cycle.
ആവർത്തിക്കുന്ന ഒരു കാര്യത്തെയാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത് അല്ലേ. ഇത് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു മെൻഡിങ് എന്നുള്ളത് എന്താണ്, ഒരു റിപ്പീറ്റേറ്റീവ് സൈക്കിളാണ്. എ മാൻ ആസ് എ സബ്ജക്റ്റഡ് ടു ദ സീസണൽ ഷിഫ്റ്റ്സ്. മനുഷ്യൻ എന്ത് ചെയ്യണം, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്കൊക്കെ വിധേയമാകുന്നുണ്ട്. And also suggests the inevitability of a wall collapsing and having to rebuild on the annual basis. അതുപോലെ തന്നെ ഈ ലൈനിൽ മതിൽ കൊളാപ്സ് ആവുന്നതിനെ കുറിച്ചും വർഷത്തിൽ ഒരിക്കൽ റീബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ദ സെറ്റ് ദ വാൾ ബിറ്റ്വീൻ വൺസ് അഗെയിൻ. വർഷത്തിൽ ഒരിക്കൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റീബിൽഡ് ചെയ്യുന്നുണ്ട്. And repairing the wall, the sense of separation and division. And each keeps to his own side of the wall. Do not cross over the other's property. ഇവിടെ നമുക്ക് എന്താണ്, റിപ്പയറിങ് ദ വാൾ, അവർ റിപ്പയർ ചെയ്യുന്നുണ്ട് വാൾ അല്ലേ, ആസ് എ സെൻസ് ഓഫ് സെപ്പറേഷൻ ആൻഡ് ഡിവിഷൻ. നമുക്കവിടെ എന്ത് ചെയ്യാം, അവർ രണ്ടുപേരും വേർതിരിഞ്ഞ് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവിഷനാണ് അവിടെ കാണുന്നത് അല്ലേ. ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് നിൽക്കുന്നത്. ആൻഡ് ഈച്ച് കീപ്സ് ടു ഹിസ് ഓൺ സൈഡ്. അവരുടെ എന്താണ്, അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ മതിലിൻ്റെ സൈഡ് മാത്രമാണ് ശരിയാക്കുന്നത്, തൊട്ടപ്പുറത്തല്ല. ഇപ്പോൾ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഒന്നും ഇല്ല അവിടെ. സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ നമുക്ക് ഫീൽ ചെയ്യും. എ സെൻസ് ഓഫ് സെപ്പറേഷൻ ആൻഡ് ഡിവിഷൻ. ആൻഡ് ഈച്ച് കീപ്സ് ടു ഹിസ് ഓൺ സൈഡ് ആൻഡ് ദ വാൾ ഡു നോട്ട് ക്രോസ് ഓവർ ദ അതേഴ്സ് പ്രോപ്പർട്ടി. അവർ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലോട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വത്തിലോട്ട് എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. മതിൽ കടന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകുന്നില്ല. അവരുടെ വീടിൻ്റെ സൈഡിലുള്ള മതിലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഡ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? വളരെ സിമ്പിളായിട്ട് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയൊരു പോമാണ് മെൻഡിങ് വാൾ. നമുക്ക് ആ ഒരു ലൈൻസ് വായിക്കുമ്പോഴേ നമുക്കതിന് മീനിങ് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ ചില ഇന്നർ മീനിങ്സ് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ്, പോയറ്റിക് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഡു യു ഗെറ്റ് മീ? സോ ബാക്കിയുള്ള ലൈൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.